ജീവൻകുമാർ ഇപ്പോൾ പ്രശാന്തിയിൽ നിന്നും ചേരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകും. ജീവൻ, കേരള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ എത്തിത്തുടങ്ങിയോ? രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാഭൂമികയായി മാറിയിരിക്കുകയാണ് മന്ത്രി കെ എം മാണിയുടെ ഔദ്യോഗിക വസതിയായ പ്രശാന്തി. ഇപ്പോൾ മാണി ഗ്രൂപ്പിന്റെയും ജോസഫ് വിഭാഗത്തിന്റെയും മുഴുവൻ നേതാക്കന്മാരും മന്ത്രി പി ജെ ജോസഫും കെ എം മാണിയും തോമസ് ഉണ്ണിയാടനും മോൻസ് ജോസഫും അടക്കമുള്ള മുഴുവൻ MLA-മാരും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും ഇപ്പോൾ മന്ത്രിമന്ദിരമായ പ്രശാന്തിയിൽ എത്തിക്കഴിഞ്ഞു. അവർ ഇപ്പോൾ യോഗം ആരംഭിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ യോഗമാണ് ഈ വീടിനുള്ളിൽ നടക്കുന്നത്. കാരണം ഈ യോഗത്തിനുള്ളിൽ വെച്ചുണ്ടാകുന്ന തീരുമാനമായിരിക്കും അവർ സ്വാഭാവികമായും പറയുക. ഇതിനോടകം തന്നെ മാണി ഗ്രൂപ്പ് നേതാക്കന്മാരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അവർ അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ തോമസ് ഉണ്ണിയാടനടക്കം ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനടക്കമുള്ളവർ പറഞ്ഞു, കെ എം മാണി രാജിവെക്കുന്ന യാതൊരു കാരണവശാലും രാജിവെക്കില്ല. കോടതി വിധി യഥാർത്ഥത്തിൽ കെ എം മാണിക്ക് അനുകൂലമായ വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്ന് അവർ അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും യോഗം ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കന്മാർ എത്തി. എന്തായാലും ഈ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഭാവി ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയം ഏത് തരത്തിലേക്കായിരിക്കും നീങ്ങുക എന്ന് തീരുമാനിക്കുക. പ്രജീഷ്, ജീവൻ, ഇന്നത്തെ സാഹചര്യത്തിൽ എന്തായാലും വലിയ ഭിന്നത ആ യോഗത്തിൽ. കാരണം ഏവരും ഉറ്റുനോക്കുന്നത് ജോസഫ് വിഭാഗത്തിന്റെ നിലപാടാണ്. പ്രത്യേകിച്ച് 3 MLA-മാർ. ആ MLA-മാരുടെ നിലപാടൊക്കെ തന്നെ വലിയ ഘടകങ്ങളായി വരും. ശക്തമായ പ്രതിരോധം എന്തായാലും ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കാൻ എന്തായാലും ജോസഫ് വിഭാഗത്തിന് കഴിയും. അവിടെ നിയമ തടസ്സങ്ങൾ ഒരുപക്ഷെ ഒന്നുമില്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ തന്നെ അവരുടെ മുന്നിലുമുണ്ട്. ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഭിന്നാഭിപ്രായം വരുന്നുണ്ടെങ്കിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എങ്ങനെയായിരിക്കും കേരള കോൺഗ്രസ് രാഷ്ട്രീയം പോവുക? ഇന്നത്തെ ദിവസം ഈ ഒരു യോഗത്തിൽ കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ പൂർണ്ണാർത്ഥത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് എത്തുമോ? വീണ്ടും സമയം നീട്ടി അല്ലെങ്കിൽ സമയം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ പോകാൻ സാധ്യത? ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധിവാക്യം പൂർണ്ണമായും ഇന്നലെ കാറിലിരുന്നു കൊണ്ട് കെ എം മാണി നിയമജ്ഞരുമായി മുഴുവൻ തിരുവനന്തപുരത്ത് എത്തുന്ന സമയം വരെ അദ്ദേഹം നിയമജ്ഞരുമായി സംസാരിക്കുകയായിരുന്നു. വിധിപ്പകർപ്പ് ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അദ്ദേഹം കിട്ടിയ വിധിപ്പകർപ്പ് നിയമജ്ഞരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് അനുകൂലമായ, അതായത് തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ചില വാദമുഖങ്ങൾ അതിലുണ്ട് എന്നാണ് അദ്ദേഹം തൻ്റെ അടുത്ത അനുയായികളെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാജിയിലേക്ക് പോകാം എന്ന മുൻ തീരുമാനത്തിൽ നിന്ന് ഭിന്നമായി ഇന്ന് രാജി വേണ്ടതില്ല എന്ന ഇപ്പോഴത്തെ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരാനുള്ള കാര്യം. എന്നാൽ ഒരു കാര്യത്തിൽ കെ എം മാണിക്ക് പരിപൂർണമായി വിജയിക്കാനായില്ല. അത് താൻ രാജിവെക്കുകയാണെങ്കിൽ ഒപ്പം പി ജെ ജോസഫിനെയും രാജിവെപ്പിക്കുക എന്ന തീരുമാനം പി ജെ ജോസഫ് പരിപൂർണമായി നിരാകരിച്ചു. മാണി രാജിവെക്കുകയാണെങ്കിൽ കൂടെ ഞാൻ രാജിവെക്കുകയാണെങ്കിൽ, താനും രാജിവെക്കുകയാണെങ്കിൽ അത് മാണിയുടെ നേർക്ക് ഇപ്പോഴുള്ള കളങ്കം തൻ്റെ മേലേക്കും തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും താൻ ആ സാഹചര്യത്തിന് തയ്യാറല്ല എന്ന വാദം പി ജെ ജോസഫ് നിരത്തി. അതോടുകൂടി മാണി ഗ്രൂപ്പിനുള്ളിൽ പരിപൂർണമായി മാണി ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്തുന്നതിൽ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒരുമിച്ച് നിർത്തുന്നതിൽ കെ എം മാണിക്ക് ആത്യന്തികമായ ഒരു പരാജയം സംഭവിച്ചു എങ്കിൽ പോലും പഴയ കാലത്ത് മാണിയോടൊപ്പം വിശ്വസ്തരായി ഉറച്ചു നിന്ന 5 MLA-മാരെയും മാണിയടക്കമുള്ള 5 MLA-മാർ ഉറപ്പിച്ചു നിർത്തുന്നതിൽ കെ എം മാണി വിജയിച്ചു. അവർ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിനുള്ളിൽ നിലകൊള്ളുന്നു എന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 73 പേരുടെ മാത്രം ഭൂരിപക്ഷമുള്ള സർക്കാരിന് മാണിയടക്കമുള്ള 5 പേർ പിന്തുണ പിൻവലിച്ചാലും ഭരണത്തിൽ ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇന്നത്തെ യോഗത്തിൽ അന്തിമമായ ഒരുപക്ഷെ കാര്യങ്ങൾ തനിക്ക് സുഖകരമല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ മാണി ഏറ്റവും കടുംവെട്ടെന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ പറയുന്ന രീതിയിൽ അന്തിമമായി എടുക്കാവുന്ന 18ാമത്തെ അടവ് നിലയിൽ ഈ 5 MLA-മാരെ കൂടി അടർത്തിയെടുത്തുകൊണ്ട് ഒരു കടുത്ത സമ്മർദ്ദ ഭീഷണി മുന്നോട്ട് വയ്ക്കാനുള്ള സാഹചര്യമാണോ ഉള്ളത്? എന്തായാലും നയപരമായ ആശയപരമായ തീരുമാനത്തിലല്ല എന്തായാലും ഇന്നത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് താൻ രാജിവെക്കേണ്ടതില്ല എന്ന് ജോസഫ് ആവർത്തിക്കും. അവിടെ അങ്ങനെയെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മാണി രാജിവെക്കണം, പക്ഷേ ഞാൻ രാജിവെക്കില്ല എന്ന നിലപാട് ജോസഫ് ആവർത്തിക്കുകയാണെങ്കിൽ പകരം ഏത് നിലപാടിലേക്ക് കാര്യങ്ങൾ പോകും? ഉറ്റുനോക്കുന്നത് അതാണ്. UDF രാഷ്ട്രീയം അടക്കം ഏകസ്വരത്തിൽ മാണിയോട് രാജി ആവശ്യപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വന്ന സാഹചര്യത്തിൽ
പ്രജീഷ്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിൽ നിന്ന് തന്നെ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒരു രണ്ടാം നിര നേതാക്കന്മാർ മാത്രമാണ് മാണിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് രണ്ടാം ലെയറിൽ നിൽക്കുന്ന വി ഡി സതീശനോ ടി എൻ പ്രതാപനോ കെ പി അനിൽകുമാറോ അടക്കമുള്ളവർ മാത്രമാണ് രാജി ആവശ്യം പരസ്യമായി ഉന്നയിച്ചത്. എന്നാൽ കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കന്മാർ ആരും ഇത്രയും നേരമായിട്ടും അവർ രാജി ആവശ്യമെന്നത് പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവർ തമ്മിൽ ആ കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും എന്തായാലും വരാൻ പോകുന്ന UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ദിനരാത്രങ്ങൾ വളരെ ജീവൻ ഞാൻ എന്റെ ചോദ്യം ഇതാണ്. ഈ 5 MLA-മാർ, ജീവൻ തന്നെ സൂചിപ്പിച്ചല്ലോ, 5 MLA-മാർ എടുത്ത നിലപാട് എന്ത് നിലപാടായിരിക്കും? കാര്യങ്ങൾ സുഖകരമല്ല എന്ന് KM മാണിക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ പ്രബല വിഭാഗങ്ങൾ, ഒരുപക്ഷെ RSPയും JDU-യും ലീഗും ഇക്കാര്യത്തിൽ നിലപാട് മുന്നോട്ട് വെച്ചു, മാണിയുടെ രാജി ആവശ്യം. അങ്ങനെ ഒരു സുഖകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മാണിക്ക് ബോധ്യപ്പെട്ടാൽ എന്തായിരിക്കും അന്തിമമായ സമ്മർദ്ദതന്ത്രം നിലപാടിലേക്ക് KM മാണി പോവുക? മാണിയുടെ ക്യാമ്പ് നൽകുന്ന സൂചനകൾ എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. അവർ ഏറ്റവും പ്രധാനമായും അനൗദ്യോഗികമായി നമ്മളോട് പങ്കുവെക്കുന്ന വിവരം, ഞങ്ങൾ, അതായത് പ്രത്യേകിച്ച് തോമസ് ഉണ്ണിയാടൻ അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, KM മാണിയെ മാത്രം ഈ കാര്യത്തിൽ സമ്മർദ്ദത്തിൽ നിർത്താൻ കഴിയില്ല, വെക്കുകയാണെങ്കിൽ ഞാനടക്കമുള്ളവർ രാജിവെക്കും എന്നത് തീർച്ചയായും അതൊരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. കാരണം അവരോടൊപ്പം നിൽക്കുന്ന 5 MLA-മാർ ഇപ്പോൾ നിലവിൽ PC ജോർജ് വ്യത്യസ്തമായ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അടക്കമുള്ള 9 MLA-മാർ മാണി ഗ്രൂപ്പിനോടൊപ്പമുണ്ട്. അതിൽ PC ജോർജിനെ ഒഴിച്ചു നിർത്തിയാൽ 8 MLA-മാരുടെ ഭൂരിപക്ഷമുണ്ട്. അവർ പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ താഴെ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ ഒരു വിലപേശൽ ശക്തിയായി തന്നെയാണ് അവർ ഇപ്പോൾ നിലകൊള്ളുന്നതും. മറിച്ച് KM മാണിയുടെ രാജി ഔദ്യോഗികമായി ആവശ്യപ്പെടാനുള്ള ആർജവവും തന്റെ ഇടവും ഐക്യജനാധിപത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ജീവൻ, ആ ഒരു ചോദ്യം തന്നെയാണ്. ആര് ഇത്തരം ആർജവത്തോടുകൂടി ഈ ഒരു ആവശ്യം KM മാണിയോട് ചോദിക്കും അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കും? അതിൻ്റെ ഒരു വ്യക്തത കൂടി വരുത്തിയതുകൊണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ M രാജീവ് നമ്മോടൊപ്പം ചേരുന്നു. KPCC ഇക്കാര്യത്തിൽ മാണി രാജിവെച്ചില്ലെങ്കിൽ നിലപാട് പരസ്യമായി തന്നെ വ്യക്തമാക്കുമെന്ന വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്. രാജീവ്, ഇക്കാര്യത്തിൽ എന്തായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ, സുധീരനടക്കം പറഞ്ഞതുപോലെ, ഘടകകക്ഷികളടക്കം സൂചിപ്പിച്ചതുപോലെ, എന്തായാലും ആരും KM മാണിയുടെ രാജി ഇക്കാര്യത്തിൽ രാജിക്കാര്യം സംസാരിച്ചിട്ടുമില്ല. മാണി തന്നെ ഇതെന്തായാലും ഈ ഒരു ആനുകൂല്യം തന്നെയാണ് ഉൾക്കൊള്ളുന്നതും. അതുതന്നെയാണ് തോമസ് ഉണ്ണിയാടൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതും. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ KPCC-യുടെ നിലപാട് എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു നിലപാടെടുത്തിരിക്കുന്നത് മാണിയുടെ ഭീഷണിക്ക് അതേ തരത്തിലുള്ള മറ്റൊരു ഭീഷണി മുന്നോട്ട് വയ്ക്കുക എന്നൊരു നിലപാടാണ് KPCC കൈക്കൊള്ളുന്നത്. KM മാണി രാജ്യസന്നദ്ധത അറിയിച്ചില്ലെങ്കിൽ, രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും ഒരു നിലപാടെടുത്ത് KPCC മുന്നോട്ട് വരുമെന്ന ഒരു ചർച്ചയ്ക്ക് ശേഷമുള്ള തന്ത്രപരമായ നിലപാടാണ് ഇപ്പോൾ VM സുധീരൻ കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ വാർത്താ സമ്മേളനം നടത്തുമെന്നായിരുന്നു സുധീരനോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ വാർത്താ സമ്മേളനം അല്പം കൂടി നീളും. KM മാണിക്ക് ഒരു ശ്വാസം വിടാനുള്ള സ്പേസ് കൊടുക്കുക എന്നത് മാത്രമാണ് ഈ നീട്ടലിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനകം മാണി സ്വയം സന്നദ്ധനായി രംഗത്ത് വരണം, രാജിവെക്കാൻ രംഗത്ത് വരണം. ഇല്ലെങ്കിൽ VM സുധീരൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടും എന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും KM മാണിയെ അങ്ങോട്ട് സമ്മർദ്ദത്തിലാക്കുക എന്ന മറുതന്ത്രമാണ് KPCC ഇപ്പോൾ പയറ്റുന്നത്. ഇത് ഒരു പക്ഷേ ഉമ്മൻചാണ്ടിക്ക് കൂടി തിരിച്ചടിയാകുന്ന തന്ത്രമാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയും ഈ തന്ത്രത്തോട് യോജിച്ചിരിക്കുകയാണ്.